everyone. Thank you so much for being here today. So, without any further ado, I would like to start. So, I'd like to welcome you all, first of all, to the Raspberry Pi a workshop that is conducted by RSET IEDC. So, first of all, I'd like to thank all of you for being here, even after classes and everything, and taking time out to come and listen to the workshop. So, it is a great initiative by everyone. So we would like to thank everyone for that in the first place. Also, our speaker today is one of the most talented, at the same time qualified people that's there in Rajagiri right now, who's related to robotics and things like that. So a brief introduction about him. His name is Jaren Peter. He's a second year electronics and communication student of our college. Also, he's the vice chair of the Robotics and Automation Society of Rajagiri IEEE as well. Also is the winner of the CMD Robotics competition, which took place in 2020, which was an international competition. So our speaker today is extremely qualified, and we are honored to have him here as well. Thank you, Edwin, for that wonderful introduction. So, Raspberry Pi, right? Let's start. So, I would like to use both English and Malayalam. So, you will understand it better. So, before talking what is Raspberry Pi, I'd like to show you some projects. So, you get a clear idea, and I'll ask you to say what is a Raspberry Pi. So, shall I share my screen? ഫുൾ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ലൈക്ക് ഇതൊരു ഡിസ്കഷൻ പോലെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. ഫീൽ ഫ്രീ ടു അൺമ്യൂട്ട് ആൻഡ് ആസ്ക് ക്വസ്റ്റ്യൻസ്, നോ പ്രോബ്ലം. ആൻഡ് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്താലും മതി. ഓക്കെ, താങ്ക് യു ഫെമിൻ. ഓക്കെ, അപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാം. സോ ദിസ് ഇസ് റാസ്ബെറി പൈ ബേസ്ഡ് ക്യാറ്റ്. സോ നോക്കുകയാണെങ്കിൽ ഇന്ന് നടക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് ഹാസ് നമ്മുടെ ബേസിക് ഫീച്ചേഴ്സ് ലൈക്ക് അലക്സ, ഗൂഗിൾ അസിസ്റ്റന്റ് മാതിരി ഒരു സാധനമുണ്ട്. ലൈക്ക് നമുക്ക് സംസാരിക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് ക്യാൻ മൂവ് അറൌണ്ട്, മേക്ക് നോയ്സസ്, ആൻസർ അവർ ക്വസ്റ്റ്യൻസ്, ആൻഡ് ഡു സെവറൽ സ്റ്റഫ് ലൈക്ക് ദാറ്റ്. ആൻഡ് ഇറ്റ് ക്യാൻ ഡു ഓൾസോ ഡു ഇമേജ് പ്രോസസിങ്. അതായത് ഒരു സാധനം കണ്ടിട്ട് അതിന്റെ അടുത്തേക്ക് പോകാൻ പറയാം. അങ്ങനെ ഒരു ക്യൂട്ട് റോബോട്ട് അത് ഒരു റോബോട്ട്. പിന്നെ റാസ്ബെറി പൈ ബേസ്ഡ് ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് നോക്കാം. ഇതൊരു ഹ്യൂമനോയിഡ് റോബോട്ടാണ്. ബേസിക് ഫങ്ഷനാലിറ്റീസ്, ആൾക്കാരായിട്ടുള്ള ഇന്ററാക്ഷൻ കണ്ടോ, ലൈക്ക് ഇമോഷൻസ്, നമുക്ക് സംസാരിക്കാൻ പറ്റും. അങ്ങനത്തെ ഹായ്, അങ്ങനെ ഹലോ, അങ്ങനത്തെ കാര്യം കണ്ടോ. അപ്പോൾ ആ ആളുടെ ഫേസ് ഡിറ്റക്ട് ചെയ്താണ്ടോ, അതനുസരിച്ച് റോബോട്ട് അനങ്ങുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ സാധാ ഹ്യൂമനോയിഡ്, പിന്നെ ഒരു ഹെക്സാപോഡ്. ഈ ഹെക്സാപോഡ് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പൈ ആയിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ലൈക്ക് ആർമിയിലൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ട് അൺനോൺ ടെറിട്ടറിയിലൊക്കെ ഇടാറുണ്ട്. ആൻഡ് ഓൾസോ ഫോർ ഡിസാസ്റ്റർ അഫക്റ്റഡ് ഏരിയസിൽ ഇങ്ങനത്തെ റോബോട്ട് വെച്ചിട്ട് നമുക്ക് സർവൈലൻസ് ഒക്കെ ചെയ്യാം. പിന്നെ ഇത് ഭയങ്കര ഒരു അടിപൊളി പ്രൊജക്റ്റ് ആണ്, സ്മാർട്ട് മിറർ. അതായത് നമ്മുടെ സാധാ മിററിന്റെ പുറകിൽ ഒരു ലൈക്ക് ഡിസ്പ്ലേ വെച്ചിട്ട് we'll get to see the temperature, notifications, and stuff like that. So this was also based on Raspberry Pi. Okay, security system. ഞാൻ അതിന്റെ ഒരു ചെറിയ ഡെമോ ഇന്നത്തെ സെഷൻ അല്ലെങ്കിൽ നാളത്തെ സെഷനിൽ കാണിച്ചു തരാം. ലൈക്ക് എന്റെ ക്യാമറ ഒന്ന് നോക്കാവോ? ഒരു മിനിറ്റത്തേക്ക് സ്ക്രീൻ ഷെയറിംഗ് പോസ് ചെയ്തിട്ട് എന്റെ ക്യാമറയിലേക്ക് നോക്കുകയാണെങ്കിൽ കാണാവോ? Can anyone say what I am showing? എനിക്ക് ചാറ്റ് കാണില്ല, അതുകൊണ്ട് ഇറ്റ്സ് ബേസിക്കലി വൈഡ് ആംഗിൾ ക്യാമറ. അതിലേക്ക് വരാം. ഓക്കെ, സോ ഞാൻ സ്ക്രീൻ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതൊരു വൈഡ് ആംഗിൾ റാസ്ബെറി പൈ ക്യാമറ. അപ്പൊ ഞാൻ റാസ്ബെറി പൈയിലേക്ക് ഒരു ഓക്കെ, അപ്പൊ റാസ്ബെറി പൈ എന്താന്ന് നമുക്ക് പറയാം. അപ്പം റാസ്ബെറി പൈ ഒരു കാര്യം കൂടി, റാസ്ബെറി പൈ എന്താന്ന് പറയുന്നതിന് മുമ്പ് ഐ വിൽ ഷോ റാസ്ബെറി പൈ ആൻഡ് ടെൽ മീ വാട്ട് ഓൾ കമ്പോണൻസ് യു ക്യാൻ ഐഡന്റിഫൈ. അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഓക്കെ, so it is visible, right? Yeah, കാണോ? ചാറ്റിൽ പറഞ്ഞു. സോ ഇത് ഈ സാധനം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എനിവൺ?
HDMI port. HDMI port. അടിപൊളി. പിന്നെ ഇതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. USB port. ഓക്കെ. then ഇത് Ethernet. ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞ ഒരു കുഴപ്പമില്ല. പിന്നെ ഇതോ ഓഡിയോ ജാക്ക്. ഓക്കെ, ഓഡിയോ ജാക്ക് മാത്രമല്ല, ഇതിന്റെ അത് നമുക്ക് വീഡിയോ ഔട്ട് കൊടുക്കാം. അതായത് നമ്മുടെ പണ്ടത്തെ കമ്പോണന്റ് കേബിൾ അല്ലേ, അതായത് റെഡ് ഗ്രീൻ ഉള്ള സാധനം, അത് ഇതിൽ നിന്ന് നമുക്ക് വീഡിയോ ഔട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് 2 ഇങ്ങനത്തെ പോർട്ട് ഉണ്ട്. അതിന് ഒന്ന് ഇതിനകത്ത് ക്യാമറ കണക്ടർ ആണ്. ഇപ്പൊ ഞാൻ നേരത്തെ ഒരു ക്യാമറ കാണിച്ചായിരുന്നില്ലേ, ഇതൊരു വൈഡ് ആംഗിൾ പൈ ക്യാമ. ഇതിന്റെ അറ്റത്ത് ഇത് CSI പോർട്ട് എന്നാ പറയുന്നത്, ക്യാമറ സീരിയൽ ഇന്റർഫേസ്. അപ്പൊ ഇത് നമുക്ക് ഇവിടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ക്യാമറ ഉപയോഗിക്കാം. പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് ഈ പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ കണക്ട് ചെയ്യാം, ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ. അപ്പം ഇത് Pi 3-ഉം ഇത് Pi 4-ഉം ആണ്. മെയിൻ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഇതെന്ത് പോർട്ടാ? C ടൈപ്പ് ആണോ? യെസ്, ടൈപ്പ് സി. ഇത് നേരത്തെ നമ്മൾ ഇവിടെ കണ്ടു ഒരു HDMI ആയിരുന്നു, ഇവിടെ 2 മൈക്രോ HDMI. അതായത് നമുക്ക് ഇതിൽ നിന്ന് 2 ഡിസ്പ്ലേ ഔട്ട് എടുക്കാം. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങൾ കണ്ടുല്ലേ റാസ്ബെറി പൈനെ പറ്റി. അപ്പൊ ഇനി ആർക്കെങ്കിലും പറയാൻ പറ്റും എന്താ റാസ്ബെറി പൈ? ഒരു ക്രെഡിറ്റ് കാർഡ് സൈസ് കമ്പ്യൂട്ടർ. ഓക്കെ, കമ്പ്യൂട്ടർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിന് HDMI പോർട്ട് ഉണ്ട്, USB പോർട്ട് ഉണ്ട്, അങ്ങനെ കുറെ പോർട്ടുകളൊക്കെ ഉണ്ട്. സോ കമ്പ്യൂട്ടർ ആയിരിക്കും ഓബ്വിയസ്ലി, ഐ മീൻ ഒരു ആയിരിക്കണമല്ലോ. ഓക്കെ, സോ ഇപ്പൊ ഞാൻ പറയാം, റാസ്ബെറി പൈ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ കമ്പ്യൂട്ടർ ബേസിക്കലി. ഫെമിൻ സെഡ് ഇസ് റൈറ്റ്. സോ ഒരു ക്രെഡിറ്റ് കാർഡ് സൈസ് കമ്പ്യൂട്ടർ. അതായത് ദിസ് തിങ് ക്യാൻ റൺ എ ഫുൾ ഫ്ലെഡ്ജ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതായത് നമുക്ക് ഇതൊരു കമ്പ്യൂട്ടർ പോലെ യൂസ് ചെയ്യാം. ലൈക്ക് HDMI എന്നൊരു മോണിറ്റർ കുത്തിയിട്ട് ഒരു കീബോർഡ് മൗസും കുത്തിയിട്ടുണ്ടെങ്കിൽ വി കൻ യൂസ് ഇറ്റ് ആസ് എ ഡെസ്ക്ടോപ്പ്, ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഡെസ്ക്ടോപ്പ് ആയിട്ട് യൂസ് ചെയ്യാം. ഐ വിൽ ബി ഷോയിങ് ഇറ്റ് ടുഡേ. ഐ വിൽ ബി ടേക്കിംഗ് യു ത്രൂ ദ പ്രൊസീജിയേഴ്സ് ഓൺ ഹൗ ടു സെറ്റ് ഇറ്റ് അപ്പ് ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. സോ അപ്പം അതാണ് റാസ്ബെറി പൈ. അപ്പം ഞാൻ മെയിൻ കാര്യം വിട്ടുപോയി. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റോർ ചെയ്യാൻ ഒരു ഇത് വേണ്ട, സ്റ്റോറേജ് വേണ്ട. സോ ഹൗ ഡസ് ദാറ്റ് ഹാപ്പൻ? SD കാർഡ്. ഓക്കെ, SD കാർഡ്. ഓക്കെ, ഇതിന്റെ പുറകിൽ ഒരു SD കാർഡ് സ്ലോട്ട് ഉണ്ട്. ഓക്കെ, ഇത് SD കാർഡ്. SD കാർഡ് ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പലപ്പോഴും we have heard of stuff called Arduino, right? എല്ലാവരും Arduino കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ലൈക്ക് Arduinoന്റെ ഒരു സ്മോൾ സെറ്റ് ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് we'll compare the both. ഓക്കെ, എന്റെ Arduino കളക്ഷൻ different types of micro Arduinos ആണ്. Arduino Pro Mini, Nano, with Wi-Fi ഉള്ള ESP32 മെഗാ എൻ്റെ അടുത്തില്ല. നാനോ ഇത് ഡ്രോണിന് ഉപയോഗിക്കുന്ന സെയിം തന്നെ മൈക്രോ കൺട്രോളർ തന്നെയാണ്, പക്ഷെ അതിൻ്റെ അകത്തിരിക്കുന്നത് Arduino ചിപ്പ് തന്നെയാണ്. ആൻഡ് ബേസിക്കലി Arduinos ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് Arduino. നമ്മൾ രണ്ടും കണ്ടു, Arduinoയും കണ്ടു, റാസ്ബെറി പൈ കണ്ടു. ഇത് കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു മൈക്രോ കൺട്രോളറാണ്, TNC എന്ന് പറയുന്നത്. നമ്മൾ ബോത്ത് Arduino ആൻഡ് റാസ്ബെറി പൈ കണ്ടു. അപ്പം എന്തായിരിക്കും വ്യത്യാസം? എനിവൺ, നമ്മൾ കുറെ പ്രൊജക്ട്സിലൊക്കെ Arduino ഉപയോഗിക്കാറുണ്ട്. എപ്പോഴും Arduino വർക്ക്ഷോപ്പ്, Arduino ഹാക്കത്തോൺസ് ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ് കേൾക്കാറുണ്ട്. അപ്പം വി ഡോണ്ട് നോ വാട്ട് ഇസ് എ റാസ്ബെറി പൈ. സോ ഞാൻ പറഞ്ഞുതരാം. Arduino is a microcontroller, whereas Raspberry Pi is a microprocessor. Raspberry Pi microprocessor അല്ല, Raspberry Piയുടെ അകത്ത് ഉപയോഗിക്കുന്നത് ഒരു മൈക്രോപ്രോസസർ ആണ്. അപ്പം വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ Arduinoയ്ക്ക് മോർ സ്പെസിഫിക് ടാസ്ക് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് Arduino ഉപയോഗിക്കുന്നത്. ലൈക്ക് ഒരു സിംഗിൾ ടാസ്കുകൾ. അപ്പൊ നമ്മൾ നേരത്തെ കുറച്ച് ഞാൻ വീഡിയോ കാണിച്ചപ്പോൾ റാസ്ബെറി പൈയുടെ കുറച്ച് ഡെമോസ് കണ്ടല്ലോ. അപ്പം കുറേ കൂടി ഹെവി ടാസ്ക് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റാസ്ബെറി പൈ ഉപയോഗിക്കുന്നത്. അതായത് റാസ്ബെറി പൈയിൽ നമുക്കൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതിനകത്ത് നമുക്കൊരു ഡിസ്പ്ലേ ഓടിക്കാം. പിന്നെ വേറെ റാസ്ബെറി പൈയുടെ ആപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ ഇത് ഡോണ്ട് എക്സ്പെരിമെന്റ് വിത്ത് ദിസ്. ഞാൻ പറയാണ്, ഇപ്പൊ ലൈക്ക് എത്തിക്കൽ ഹാക്കിങ്ങിന് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് റാസ്ബെറി പൈ. ലൈക്ക് നമുക്ക് നമ്മുടെ റാസ്ബെറി പൈ റിമോട്ട് ആയിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഇറ്റ് ഹാസ് വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത്. അപ്പം ഇത് എവിടെയെങ്കിലും ഒരു നെറ്റ്വർക്ക് ഏരിയയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, ലോകത്ത് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ലൈക്ക് സപ്പോസ് നമുക്കൊരു കോളേജിൽ ലാബ് എക്സാം നടക്കാൻ പോവാം ആൻഡ് വി ഡോണ്ട് വോണ്ട് ടു റൈറ്റ് ദ എക്സാം. സോ ലാബ് എക്സാം മിക്കവാറും ഓൺലൈൻ ആയിരിക്കുമല്ലോ. സോ വി വോണ്ട് ടു ബ്ലോക്ക് ദ, ഐ മീൻ അവിടുത്തെ സിസ്റ്റംസ് എല്ലാം ക്രാഷ് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ നെറ്റ്വർക്ക് കട്ട് ചെയ്യണം. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡോണ്ട് ഡു ദിസ്. ഓക്കെ, ഇങ്ങനത്തെ റാസ്ബെറി പൈ എടുക്കാം. വി വിൽ ഫ്ലാഷ് സംതിങ് കോൾഡ് കാളി ലിനക്സ് ആൻഡ് രാജഗിരിയുടെ കോളേജ് വൈഫൈയിലേക്ക് കണക്ട് ചെയ്യാം. ആൻഡ് ദർ ഇസ് സംതിങ് കോൾഡ് DDoS, ദാറ്റ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക്. അപ്പം ആ ഒരു സാധനം റാസ്ബെറി പൈയിൽ റൺ ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഇത് പോർട്ട് മൊത്തം ബിസി ആയി പോകും. സോ ദേ കാൺ ആക്സസ് എനിത്തിങ്. സോ ദാറ്റ് ഇസ് ഓൾസോ ആൻ ആപ്ലിക്കേഷൻ ഓഫ് റാസ്ബെറി പൈ. ഓക്കെ, അപ്പം റാസ്ബെറി പൈയും Arduinoയും തമ്മിലൊരു കുഞ്ഞു വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കും.
ഓക്കെ, അപ്പൊ ആർഡിനോ എന്ന് പറഞ്ഞാൽ അത്ര പവർഫുൾ അല്ല. റാസ്ബെറി പൈയിൽ നമുക്ക് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓടിക്കാം. ആർഡിനോ മോർ സ്പെസിഫിക് ടാസ്കിന് ഉപയോഗിക്കണം. റാസ്ബെറി പൈയിൽ നമുക്ക് മൾട്ടിപ്പിൾ ടാസ്ക് അറ്റ് ദ സെയിം ടൈം ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കുറച്ച് ആർഡിനോ പ്രൊജക്ട്സ് കാണാം. ഓക്കെ, ഇതൊരു ചെറിയ ആർഡിനോ പ്രൊജക്റ്റ് ആണ്. എന്താണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ഗസ് ചെയ്യണം. അൺമ്യൂട്ട് ചെയ്തിട്ട് പറ. നെർഫ് ഡാർട്ട് ഷൂട്ടർ. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദിസ് ഇസ് ഡൂയിങ് എ സർട്ടൺ സ്പെസിഫിക് ടാസ്ക്, റൈറ്റ്? പക്ഷെ നമ്മുടെ മറ്റേ ആ ഒരു കാറ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആ കാറ്റ് ഒരേ സമയം ബാലൻസ് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്, വോയിസ് റെക്കഗ്നിഷൻ നടക്കുന്നുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ അറ്റ് ദ സെയിം ടൈം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് കുറച്ചുകൂടി പ്രോസസർ ഇന്റൻസീവ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു കേസിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? റാസ്ബെറി പൈ ഉപയോഗിക്കുന്നത്. ഇപ്പൊ കണ്ടോ, ഇതിപ്പോ ജസ്റ്റ് ഒരു സ്പെസിഫിക് ടാസ്ക് മാത്രം ക്യാരി ഔട്ട് ചെയ്യുന്നുള്ളൂ. ഒരു ജസ്റ്റർ കൊടുത്തു, റോബോട്ട് അങ്ങനെ ചെയ്യുന്നു. ഇതിപ്പോ ചിലപ്പോ കണ്ട എല്ലാവർക്കും മനസ്സിലാവുമായിരിക്കും. എന്താ അറിയോ? അൺമ്യൂട്ട് ചെയ്തിട്ട് പോരട്ടെ, കമോൺ. RFID അല്ല, ലൈൻ ഫോളോ, സോറി, ലൈൻ ലൈൻ ഫോളോ, ഇങ്ങനെ മറ്റേ മിസ്റ്റർ ബീനിലൊക്കെ കാണാൻ ബീപ്പ് അടിക്കുന്ന. അത് തന്നെ, തൊടാണ്ട്. അതിനെന്താ പറയാ? ഹൗ സ്റ്റഡി ഈസ് യുവർ ഹാൻഡ്. ഓക്കെ, അപ്പൊ അത് ഓരോ വട്ടം തൊടുമ്പോഴും കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ലൈക്ക് സിമ്പിൾ ടാസ്ക് ക്യാരി ഔട്ട് ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ആർഡിനോ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ആർഡിനോ റാസ്ബെറി പൈയിൽ തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഇനി നമുക്ക് റാസ്ബെറി പൈയുടെ പോർട്സ് ഒക്കെ മനസ്സിലായത്. നമുക്ക് ഈ USB പോർട്ട് ഈ USB പോർട്ട് എന്നുള്ള വ്യത്യാസം അറിയാവോ? 3.0. ഓക്കെ, 3.0 കുറച്ചുകൂടി സ്പീഡ് ഉണ്ട്. വേറെ ആൾക്കാരും പറഞ്ഞോളൂ കേട്ടോ, ചാറ്റ് ബോക്സിൽ ഇട്ടോ. ഓക്കെ, അപ്പം റാസ്ബെറി പൈയുടെ ഹാർഡ്വെയർ എല്ലാം മനസ്സിലായതായിരിക്കും. നമുക്കൊരു SD കാർഡിന്റെ ഒന്ന് റിവൈൻഡ് ചെയ്യാം. ഇത് റാസ്ബെറി പൈ 4 ആണ്. 2 ഡിസ്പ്ലേ പോർട്ട് ഉണ്ട്, ഒരു ടൈപ്പ് സി പോർട്ട് ഉണ്ട് പവർ ഡെലിവറിക്ക്, ഒരു 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ഓഡിയോ എടുക്കാം ആസ് വെൽ ആസ് വീഡിയോ എടുക്കാം. പിന്നെ 4 USB പോർട്സ്, അതിൽ 2 USB ടൈപ്പ് 3.0. ദെൻ ഓൾസോ an Ethernet പോർട്ട്. ഇത് ഗിഗബിറ്റ് ഇത്തർനെറ്റ്, അപ്പൊ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. സോ നമുക്ക് ഇനി എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ കയ്യിൽ റാസ്ബെറി പൈ ഉണ്ടെന്ന് വിചാരിച്ചു. നമുക്കിത് സെറ്റപ്പ് ചെയ്യണം എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രോബ്ലം വി ഡോണ്ട് റാസ്ബെറി പൈ ഉണ്ടെങ്കിലാണ് അത് ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ. ബട്ട് പേടിക്കണ്ട, ആരെയും ഞാൻ ബോർ അടിപ്പിക്കില്ല. നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഓക്കെ, ലെറ്റ്സ് സെർച്ച് റാസ്ബെറി പൈ. റാസ്ബെറി പൈ സെർച്ച് ചെയ്യുമ്പോൾ അവരുടെ വെബ്സൈറ്റിൽ പോവാം. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു റാസ്ബെറി പൈന് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം അല്ലേ, റൈറ്റ്? സോ ബൈ ഡിഫോൾട്ട് വി യൂസ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോൾഡ് റാസ്ബിയൻ. There is a operating system called Raspbian. We use that to flash it into the Raspberry Pi. I'll take you through the procedures. Okay, Raspberry Pi site one. So here we go to software and namukku Raspberry Pi യുടെ operating system ആണ്. So download Raspberry Pi desktop. So ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ we'll see the link. ഇവിടെ പോയിട്ട് നമുക്ക് ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ എന്നിട്ട് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ വിൽ ഡൗൺലോഡ് ദിസ് ആൻഡ് അപ്പൊ നമുക്കൊരു SD കാർഡ് വേണം അല്ലേ? സോ ഐ ഹാവ് പ്ലഗ്ഡ് ഇൻ ആൻ SD കാർഡ്. കാണിച്ചു തരാം. ഓക്കെ, ഞാനൊരു ഇറ്റ് ഇസ് വിസിബിൾ റൈറ്റ്? യെസ്. ഓക്കെ, സോ ഐ ഹാവ് പ്ലഗ്ഡ് ഇൻ മെമ്മറി കാർഡ്. മെമ്മറി കാർഡ് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഊരിട്ട് നോക്കി കാണിച്ചു തരാം. ഓക്കെ, മെമ്മറി കാർഡ് ഒരു 64 GB മെമ്മറി കാർഡ് ഇട്ടിട്ടുണ്ട്. ആൻഡ് ഐ ആം പ്ലഗിങ് ഇറ്റ് ഇൻ. പെട്ടെന്ന് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ റാസ്ബെറി പൈ സെറ്റപ്പ് ചെയ്യുമ്പോൾ ഈ മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ അത് എപ്പോഴും ഫോർമാറ്റ് ചെയ്യണം. അത് വിൻഡോസിൽ ഫോർമാറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. ലൈക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫോർമാറ്റ്, ഇവിടെ പോയി ഫോർമാറ്റ് ചെയ്യാം. ബട്ട് അങ്ങനെ ചെയ്യരുത്. ഓക്കെ, വി യൂസ് സംതിങ് കോൾഡ് SD ഫോർമാറ്റർ. അപ്പൊ നമുക്ക് ഗൂഗിൾ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, SD ഫോർമാറ്റർ ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും. സോ ഇവിടെ പോയിട്ട് നമ്മുടെ ഒരു വോളിയം ലേബൽ എന്തെങ്കിലും കൊടുക്കാം, ഫോർമാറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ USB ഡ്രൈവ് സെറ്റപ്പ് ആയി. അപ്പൊ ഇനി നമുക്ക് വേണ്ട എന്താന്ന് വെച്ചാൽ
ഒരു ടൂളാണ്. ഇപ്പൊ നമ്മൾ ശരിക്കും ഉപയോഗിക്കാൻ പോകുന്നത് വിൻഡോസ് അല്ല. വിൻഡോസ് പോലെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇറ്റ്സ് കോൾഡ് ഉബുണ്ടു. ഐ മീൻ റാസ്ബെറി പൈ OS എന്നാ പറയുന്നത്. ബട്ട് ബേസിക്കലി ഇറ്റ്സ് ലിനക്സ്. ലിനക്സ് കേർണലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സ്ക്രീൻ ഷെയറിംഗ് പോയി. ഓക്കെ, ഇറ്റ് ഇസ് വിസിബിൾ റൈറ്റ്. അപ്പം ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. സോ ഐ ഷോ യു ദ ടൂൾ. അപ്പം ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയറിൽ പോയിട്ട് റാസ്ബെറി പൈ OS പോയിട്ടുണ്ടെങ്കിൽ റാസ്ബെറി പൈ ഇമേജർ എന്ന് പറഞ്ഞിട്ട് ഒരു ടൂൾ ഉണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ദ ടൂൾ കോൾ റാസ്ബെറി പൈ ഇമേജർ. അപ്പൊ നമുക്കിവിടെ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചൂസ് ചെയ്യാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇതിന്റെ അടുത്ത് ഈ ലാബിൽ ഹാക്ക് ചെയ്യണ കാര്യം. സോ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ കാളി ലിനക്സ് ഇടാം. അപ്പൊ ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ റാസ്ബെറി പൈ OS ആണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് മീഡിയ പ്ലെയർ എന്ന് പറഞ്ഞ സാധനം. അപ്പൊ നമുക്ക് ഹോം സെർവർ വേണമെങ്കിൽ സെറ്റപ്പ് ചെയ്യാം. അതായത് നമ്മുടെ വീട്ടിൽ ഇപ്പൊ എല്ലാ ഡിവൈസസും വൈഫൈയിൽ കണക്റ്റഡ് ആണ് അല്ലെ. അപ്പം നമ്മുടെ റാസ്ബെറി പൈ നമ്മുടെ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിട്ട് ഒരു ഹാർഡ് ഡിസ്ക് അതിൽ കണക്ട് ചെയ്ത് വെച്ചിട്ട് ഒരു മൂലയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ അല്ലെങ്കിൽ ഏത് ഡിവൈസിൽ നിന്ന് വേണമെങ്കിലും ആ ഹാർഡ് ഡിസ്കിലുള്ള കണ്ടന്റ് ആക്സസ് ചെയ്യാം. ആൻഡ് ടിവിയിൽ സ്ട്രീം ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം ഈ മീഡിയ പ്ലെയർ കോഡി OS എന്ന് പറഞ്ഞിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പൊ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ പക്ഷെ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താ, നമ്മളൊരു സിസ്റ്റം ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതാണ് ഇടാൻ പോകുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് തന്നെത്താൻ ഡൗൺലോഡ് ചെയ്ത് ഇവിടെ ചൂസ് SD കാർഡ് കൊടുക്കാം, റൈറ്റ് കൊടുക്കാം. ഓക്കെ, ദാറ്റ്സ് ഹൗ ബേസിക്കലി ഇറ്റ് ഇസ്. ഓക്കെ, അപ്പൊ അങ്ങനെ അതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് റാസ്ബെറി പൈയിൽ ഫ്ലാഷ് ചെയ്യാൻ പറ്റുന്നത്. ഫ്ലാഷിംഗ് പ്രോസസ് ഞാൻ കാണിക്കണോ? ചാറ്റ് ബോക്സിൽ പറയാമോ? ഐ വിൽ ഷോ യു ദ ഡെസ്ക്ടോപ്പ്, ദെൻ റാസ്ബെറി പൈ കണക്ട് ചെയ്ത് HDMI വഴി കണക്ട് ചെയ്തിട്ട് എങ്ങനെ ഇരിക്കണമെന്ന് കാണിച്ചു തരാം. ദാറ്റ്സ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട്, റൈറ്റ്? ഓക്കെ, ഞാൻ എന്നാ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ദിസ് ഇസ് മൈ റാസ്ബെറി പൈ. ഇതിൽ ഞാൻ ഓൾറെഡി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫ്ലാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് കണക്ട് ഇറ്റ് ആൻഡ് സി ഇതിന്റെ ഡെസ്ക്ടോപ്പ് എങ്ങനെ ഇരിക്കാന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ എൻ്റെ ടൈപ്പ് സി കേബിൾ എടുത്തു. കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. എന്റെ ക്യാമറയിലേക്ക് നോക്കാം. ടൈപ്പ് സി കേബിൾ എടുത്തു ആൻഡ് ഐ എം പ്ലഗിങ് ഇറ്റ്. ഓക്കെ, കണക്ട് ചെയ്തു. കണക്ട് ചെയ്യാൻ നേരത്ത് ഒരു റെഡ് LED ഗ്രീൻ LED കാണാം. റെഡ് LED ഇൻഡിക്കേറ്റ്സ് പവർ ആൻഡ് ഗ്രീൻ LED ഇൻഡിക്കേറ്റ്സ് സം പ്രോസസ്സസ് ഹാപ്പനിങ്. ഗ്രീൻ LED ബ്ലിങ്ക് ചെയ്തില്ലെങ്കിൽ അതിന്റെ അർത്ഥം യുവർ റാസ്ബെറി പൈ ഇസ് ഡെഡ്, ഇറ്റ്സ് നോട്ട് വർക്കിംഗ്, ഓർ നമ്മളിട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇസ് not the right one and stuff like that. കുറെ debugging messages ഉണ്ട് and that we will see online. അപ്പം നമ്മുടെ റാസ്ബെറി പൈ ബൂട്ട് ചെയ്യാൻ കുറച്ച് ടൈം ആണ്. അപ്പം സ്ക്രീൻ ഷെയർ, അതായത് ഇതിൻ്റെ അകത്ത് HDMI എടുത്താണല്ലോ നമ്മൾ മോണിറ്ററിൽ കൊടുക്കണം. ഞാൻ കീബോർഡ് മൗസും കുത്തി ഉപയോഗിക്കുന്നത്. ബട്ട് എനിക്കിപ്പോ ഞാൻ എന്റെ സിസ്റ്റത്തിൽ സൂം ഉപയോഗിക്കുന്നത്. അപ്പൊ സൂം വെച്ചിട്ട് എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം അത് എക്സ്റ്റേണൽ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ട് അതിനകത്ത് സൂം എടുത്തിട്ട് അതിന്റെ സ്ക്രീൻ ആണ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഐ എം യൂസിങ് സംതിങ് കോൾഡ് VNC. കൺഫ്യൂഷൻ ആക്കുന്നില്ല, ഞാൻ ഡയറക്റ്റ് അതിലേക്ക് തന്നെ പോവാം. VNC വ്യൂവർ. ക്യാൻ ഐ കണക്ട് മൈൻ ടു ലാപ്ടോപ്പ്? എങ്ങനെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യണമെന്ന് പറയാവോ? ഒരു കാര്യം പ്രത്യേകം പറയാണ്ട്, ലൈക്ക് അവർ റാസ്ബെറി പൈ ഹാസ് ആൻ HDMI പോർട്ട്, റൈറ്റ്? ദാറ്റ് ഇസ് എ ഡിസ്പ്ലേ ഔട്ട്. നമ്മുടെ ലാപ്ടോപ്പിനുള്ളതും ഡിസ്പ്ലേ ഔട്ടാണ്. അത് ഒരുമിച്ച് തമ്മിൽ ഒരിക്കലും കണക്ട് ചെയ്യരുത്. യു ഗോട്ട് മൈ പോയിന്റ്, റൈറ്റ്? Yeah. So this is the Raspberry Pi. ഇതിന്റെ അകത്ത് നിന്ന് വരുന്നത് ഇതിന്റെ ഡിസ്പ്ലേ ആണ്. അതായത് ഇതൊരു കമ്പ്യൂട്ടർ ആണ്, ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടറിന്റെ ഡിസ്പ്ലേ ആണ് ഇതിന്റെ അകത്ത് നിന്ന് വരുന്നത്. സെയിം തിങ് ഹാപ്പൻസ് ഫോർ അവർ ലാപ്ടോപ്പ്. ലാപ്ടോപ്പിന്റെ അകത്ത് നിന്ന് HDMI ഡിസ്പ്ലേ ഔട്ട് ഇസ് കമ്മിങ്. സോ രണ്ടും കൂടി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലാഷ് ആവും. സോ ഡോണ്ട് ഡു ദാറ്റ്. സോ വി കാൺ ഡു ഇറ്റ് ദാറ്റ് വേ. വി ഹാവ് ടു കണക്ട് ആൻ എക്സ്റ്റേണൽ മോണിറ്റർ. ഓക്കെ, അപ്പം any more questions? Okay, so ഇവിടെ ഒരു സംഭവം അടിക്കണം. അപ്പം ഞാൻ കുറച്ചുകൂടി കഥ പറയാം. സോ വി ഓൾ ഹാവ് വൈഫൈ മോഡം ഇൻ അവർ ഹൗസ്, റൈറ്റ്? നമ്മളെല്ലാവരും വൈഫൈ വെച്ചിട്ടാണ് അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റ വെച്ചിട്ടാണ് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുന്നത്. സോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു വൈഫൈ മോഡം കാണും. അപ്പം ഈ നമുക്ക് ക്ലാസ്സിൽ നമ്മളെ ടീച്ചേഴ്സ് യൂണിക്ലി ഐഡന്റിഫൈ ആണ് എങ്ങനെയാണ്? അഭിഷേകനിൽ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യണത് എങ്ങനെയാന്ന് പറഞ്ഞുതരാം. നമ്മൾ അതിലേക്കാണ് വരുന്നത്. ഓക്കെ,
അതിൽ കുറച്ച് അഡ്വാൻസ് കാര്യങ്ങളുണ്ട്. സോ ഞാൻ ഈസി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഡയറക്റ്റ്ലി ഇത് കാണിക്കുന്നത്. ഞാൻ ഒരു സെഷൻ കൂടി വെക്കുന്നുണ്ട്, ലൈക്ക് ആഫ്റ്റർ ടുമോറോ സെഷൻ വിൽ കീപ് അനദർ സെഷൻ. അതിൽ ഞാൻ പറഞ്ഞുതരാം. ഓർ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഐ ഡിസ്കസ് അബൌട്ട് ദാറ്റ്. ഓക്കെ, സോ ഓക്കെ, കമ്മിങ് ടു ദ പോയിന്റ്. നമ്മൾ ക്ലാസ്സിൽ യൂണിക്കലി ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? വി ഹാവ് അവർ നെയിംസ്, ബട്ട് അതർ ദാൻ ദാറ്റ്, യാ, ഓക്കെ, നെയിം ആൻഡ് രാജഗിരി ഐ ഡി. അതർ ദാൻ ദാറ്റ്, ടീച്ചേഴ്സ്, നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ കയറുന്നത് എന്തിനാ? എന്ത് കിട്ടാനാ? അറ്റൻഡൻസ് എന്ത് വെച്ചിട്ട് വിളിക്കണം? റോൾ നമ്പർ. ഓക്കെ, പെർഫെക്റ്റ്. അപ്പം വി ഓൾ ഹാവ് അവർ യുണീക് റോൾ നമ്പർ, റൈറ്റ്? അപ്പം അങ്ങനെയാണ്. ഇപ്പൊ 1, 2, 3 അങ്ങനെ റോൾ നമ്പേഴ്സ് ഉണ്ട്. അപ്പം നമ്മുടെ മോഡത്തിലേക്ക് ഓരോ ഡിവൈസ് കണക്ട് ചെയ്യുമ്പോഴും ഓരോ ഡിവൈസിനും ഒരു യുണീക് ഐ ഡി ഉണ്ട്. സോ ദാറ്റ് ഇസ് കോൾഡ് IP അഡ്രസ്. അപ്പൊ ഓരോ ഡിവൈസിനും 192.168.1. അങ്ങനെ ഒരു നമ്പർ ഉണ്ടാവും. അപ്പം അത് അറിയണമെങ്കിൽ നമ്മൾ ഫോണിൽ, ഇപ്പൊ ഫോൺ എടുത്ത് ട്രൈ ചെയ്യണമെങ്കിൽ നോക്കിക്കോളൂ. ഹൂസ് ഓൺ മൈ വൈഫൈ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. ഹൂസ് ഓൺ മൈ വൈഫൈ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഒന്ന് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, WOM വൈഫൈ എന്ന് പറയാം. അത് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസസും അതിന്റെ IP അഡ്രസ്സും കാണാൻ പറ്റും. അപ്പം ഞാനിത് എന്തിനാ ഇത് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ റാസ്ബെറി പൈ ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ വൈഫൈയിലേക്ക് കണക്ട് ചെയ്തു. ഇനി നമുക്കത് ആക്സസ് ചെയ്യണമെങ്കിൽ അതിന്റെ IP അഡ്രസ് എന്താണെന്ന് അറിയണം. ഓക്കെ, സോ ഇങ്ങനെ ഇരിക്കും. ഐ ഹോപ്പ് ഇറ്റ് ഇസ് വിസിബിൾ. സോ ദിസ് ഇസ് ദ ഹൂസ് ഓൺ മൈ വൈഫൈ ആപ്പ്. അപ്പം ഈ ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസ് കാണും. അതിൽ നമുക്ക് ഈ റാസ്ബെറി പൈനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ VNC വ്യൂവർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. ഇവിടെ എന്റെ റാസ്ബെറി പൈയുടെ IP അഡ്രസ് എനിക്ക് നേരത്തെ അറിയാം. അപ്പൊ ഞാൻ കണക്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഞാൻ let me just plug in and unplug. Let's wait. Meanwhile, doubts ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. This is one of the robots I have made with the Raspberry Pi. Okay, doubts anyone? What kind of robot? Okay, oh, this one? Yeah. Okay, this is അതായത് ഇൻഡോർ നാവിഗേഷൻ ആൻഡ് മാപ്പിംഗ് ആണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വലിയ പ്രൊജക്ടിന് വേണ്ടി ഒരു കുഞ്ഞു പ്രൊജക്ട് ആയിട്ട് ചെയ്തതാണ്. അപ്പം ഇതിൽ നോക്കിയിട്ട് ഞാൻ റാസ്ബെറി പൈ എന്റെ സെൻസർ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം നോക്കിയിട്ടുണ്ട്, ഇവിടെ റാസ്ബെറി പൈ വെച്ചിരുന്നു. നോക്കിയിട്ടുണ്ടെങ്കിൽ 2 മോട്ടോഴ്സ് ആണ്. ഓക്കെ, അത് സാധാ മോട്ടർ അല്ല, DC മോട്ടോഴ്സ് വിത്ത് എൻകോഡേഴ്സ് ആണ്. അപ്പം മോട്ടോർ റൊട്ടേറ്റ് ചെയ്ത് എന്തോരാന്ന് അതിനെ സെൻസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഒരു മോട്ടോർ ഡ്രൈവർ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മൈക്രോ കൺട്രോളർ സാധാ Arduino അല്ല, TNC എന്ന് പറഞ്ഞൊരു മൈക്രോ കൺട്രോളർ, കുറച്ചുകൂടി പവർഫുൾ ആണ്. അപ്പം ഇതെന്ന് വെച്ചാൽ ഇതിന്റെ പുറത്ത് ഒരു ലൈഡാർ മൗണ്ട് ചെയ്യും. ആൻഡ് ഇത് മൂവ് ചെയ്യണനുസരിച്ച് നമ്മുടെ ഏരിയ മാപ്പ് ചെയ്യും. അപ്പം ഒരു ഫ്ലോർ ഏരിയ പോലെ നമുക്കൊരു മാപ്പ് കിട്ടും. എന്നിട്ട് ഒരു പോയിന്റ് പിൻ പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗോൾ പൊസിഷനിലേക്ക് ഓട്ടോണോമസ്ലി പോകും. ഇപ്പം നമ്മൾ സാധാരണ ഒബ്സ്റ്റക്കിൾ അവോയ്ഡിങ് റോബോട്ട്സ് കണ്ടിട്ടുണ്ടല്ലേ? അപ്പം ഒബ്സ്റ്റക്കിൾ അവോയ്ഡിങ് റോബോട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ അവോയ്ഡ് ദ ഒബ്സ്റ്റക്കിൾ ആൻഡ് ലൈക്ക് എന്താ ഒരു പോയിന്റിലേക്ക് പ്ലാൻ ചെയ്ത് പോകുക, പാത്ത് പ്ലാൻ ചെയ്ത് പോകുകയല്ലോ. അപ്പം ഈ റോബോട്ട് എന്ന് വെച്ചാൽ ആ ഒരു പൊസിഷനിലേക്ക് പാത്ത് പ്ലാൻ ചെയ്തിട്ട് ഇഫ് സംതിങ് കംസ് ഇൻ ബിറ്റ്വീൻ അവിടെ വെച്ച് നിർത്തിയിട്ട് ഇറ്റ് വിൽ തിങ്ക് ആൻഡ് റീറൗട്ട് എ പാത്ത്, അതായത് ഒരു പുതിയ പാത്ത് പ്ലാൻ ചെയ്തിട്ട് ആ വഴി പോകും. സോ ദാറ്റ്സ് ബേസിക്കലി ദിസ് പ്രോജക്ട്. അതിന്റെ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം. അപ്പം മീൻവൈൽ അത് നടക്കട്ടെ. It is visible, right? Yes. Yes.
ഓഡിയോ കേൾക്കാവോ? കേൾക്കാം. ആ ഓക്കെ. നല്ല. ഓക്കെ, ഇത് പാത്ത് പ്ലാൻ ചെയ്യുന്നതാണ്, ഐ മീൻ മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇവിടെയാണ് മെയിൻ പ്രോസസ് വരുന്നത്. കണ്ടോ? അപ്പോൾ ഓട്ടോണമസ്ലി ഒരു അരിച്ചാക്ക് വെച്ചപ്പോഴത്തേക്കും ഇറ്റ് വിൽ ഡീവിയേറ്റ് ദ പാത്ത് ആൻഡ് ഗോ ടു ദ ഗോൾ ലൊക്കേഷൻ. അതിന്റെ പൊക്കത്തിരിക്കുന്നത് സംതിങ് കോൾഡ് ലൈഡാർ. അപ്പൊ ലൈഡാർ ലേസർ വെച്ചിട്ടാണ് ഈ പൊസിഷൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ പോയിട്ട് ഞാൻ നിന്നു, അവിടെ പോയിട്ട് റോബോട്ട് നിൽക്കും ആൻഡ് ഇറ്റ് വിൽ സേ ഗോൾ റീച്ച്. ഓക്കെ, അപ്പൊ ഞാൻ ക്ലോസ് ദിസ്. അപ്പൊ ഞാൻ റാസ്ബെറി പൈ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ ദ റാസ്ബെറി പൈ ഡെസ്ക്ടോപ്പ്. റാസ്ബെറി പൈ ഡെസ്ക്ടോപ്പ് നോക്കിയാലോ? വാട്ട്സ് ഇറ്റ്? ഞാൻ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ദർ വാസ് എ സ്മോൾ എറർ. അത് എന്താ പറ്റിയത് ഞാൻ കാണിച്ചു തരാം. ദ തിങ് ഇസ് ഇത് കോംപ്ലക്സ് ആണ് തോന്നുവാണെങ്കിൽ ജസ്റ്റ് സേ വേണ്ട, മൂവ് ഓൺ ടു ദ ഡെസ്ക്ടോപ്പ് എൻവയൺമെന്റ്. സോ ഞാൻ പറഞ്ഞു, അതായത് ഈ റാസ്ബെറി പൈ HDMI വഴിയാണ് നമ്മൾ മോണിറ്ററിലേക്ക് കാണിക്കുന്നത്. അപ്പം ഞാൻ സൂം എന്റെ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ലാപ്ടോപ്പിന്റെ ഏതെങ്കിലും സ്ക്രീൻ ആണ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ, വേറൊരു എക്സ്റ്റേണൽ മോണിറ്റർ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? റാസ്ബെറി പൈയിൽ സൂം എടുത്തിട്ട് അതിൽ നിന്ന് സ്ക്രീൻ ഷെയർ ചെയ്യണം. അപ്പം അതിന് പകരം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ റാസ്ബെറി പൈയുടെ ഡെസ്ക്ടോപ്പ് മിറർ ചെയ്യാണ് എന്റെ കമ്പ്യൂട്ടറിലേക്ക്, സംതിങ് കോൾഡ് VNC. അപ്പം VNC വഴിയാണ് നമ്മൾ ഇപ്പൊ ഡെസ്ക്ടോപ്പ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം അത് എനേബിൾ ചെയ്യണമെങ്കിൽ പുട്ടി എന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? PUTTY. ഷെയർ ദ സ്ക്രീൻ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ എവിടെ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറയാമോ? നമ്മളെല്ലാരും അതെ, ഫസ്റ്റ് ഇയർ ലാബില് നമ്മൾ ലിനക്സ് ഉപയോഗിക്കാൻ വേണ്ടി പുട്ടി ഉപയോഗിച്ച, റൈറ്റ്? അപ്പം നേരത്തെ അതെ, നേരത്തെ ഞാൻ പറഞ്ഞു റാസ്ബെറി പൈയുടെ IP ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഹൂസ് ഓൺ മൈ വൈഫൈ വെച്ചിട്ട് 192.168.1.12. അപ്പൊ ഇത് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ലോഗിൻ ആസ് എന്ന് പറഞ്ഞു വരും. അപ്പൊ എന്റെ യൂസർ നെയിം പൈ ആണ്, റാസ്ബെറി. അപ്പൊ ഇതിന്റെ രസം എന്താന്ന് വെച്ചാൽ എന്റെ റാസ്ബെറി പൈ വഴി ഇരിക്കുകയാണ്, ഞാൻ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു പവർ കേബിൾ മാത്രം കണക്ട് ചെയ്തിട്ടുള്ള. ഐ എം ഹാവിംഗ് ഫുൾ ആക്സസ് ടു ദ റാസ്ബെറി പൈ. അപ്പം എനിക്ക് ഇതിനകത്ത് എന്ത് വേണേലും കാണിക്കാം. ഇപ്പൊ LS അടിച്ചാൽ നമുക്ക് അതിനകത്തുള്ള സാധനങ്ങൾ കാണാം, അതിനകത്തുള്ള സാധനങ്ങൾ ഡിലീറ്റ് ചെയ്യാം, ഇതിനകത്ത് എന്തെങ്കിലും പ്രോഗ്രാം റൺ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാബിൽ കൊണ്ടുവച്ച് ലാബ് ഹാക്ക് ചെയ്യാം. അങ്ങനെ വി ക്യാൻ ഡു സെവറൽ സ്റ്റഫ് ലൈക്ക് ദാറ്റ്. അപ്പം നേരത്തെ പറ്റിയ എന്താന്ന് വെച്ചാൽ VNC സെർവർ ഉണ്ട്. ഇറ്റ് ഷുഡ് റൺ ഓൺ ദ റാസ്ബെറി പൈ സോ ദാറ്റ് ഐ ക്യാൻ ഗെറ്റ് ദ റിമോട്ട് ഡെസ്ക്ടോപ്പ് ഓൺ മൈ വിൻഡോസ് സിസ്റ്റം. അപ്പം there is a command called config. അപ്പം ഇതിൽ പോയിട്ട് ഇന്റർഫേസ് ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ VNC സെർവർ ഉണ്ടോ, VNC ഓൺ ആക്കണം, എന്നാലാണ് എനിക്ക് റിമോട്ട് ആയിട്ട് ഡെസ്ക്ടോപ്പ് കിട്ടുള്ളൂ. ഇതിനകത്ത് നമുക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്. വി ക്യാൻ പ്ലേ അറൗണ്ട് വിത്ത് സോ മെനി ഓപ്ഷൻസ്. നമുക്ക് റാസ്ബെറി പൈ ഓവർക്ലോക്ക് ചെയ്യാം, അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ബിറ്റ് കോയിൻ പറ്റുമെന്ന് അറിയില്ല, എത്തീറിയം അങ്ങനെ ക്രിപ്റ്റോ കറൻസി മൈനിങ്ങിന് ഉപയോഗിക്കാം.
അപ്പം ഇതൊക്കെ 24/7 ഇട്ടുണ്ടെങ്കിൽ ക്രിപ്റ്റോകറൻസി വേണമെങ്കിൽ വയ്ക്കാം. പിന്നെ അത് മാത്രമല്ല ഗ്രേറ്റസ്റ്റ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൊറന്റ് ഡൗൺലോഡ് ചെയ്യാനുണ്ടാവും. ലൈക്ക് ഇതൊരു 5 വാട്ട്സ് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ ഓവർനൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എന്താ ഹാർഡ് ഡിസ്ക് കുത്തി വെച്ചാൽ നമുക്ക് ടൊറന്റ് അതിനകത്തേക്ക് ഡൗൺലോഡ് ചെയ്തിടാം. ആൻഡ് എ ലോട്ട് മോർ. സോ സോ ലെറ്റ്സ് ടേക്ക് അപ്പ് ദ റെസ്റ്റ് ഓഫ് VNC വ്യൂവർ എടുത്തു. തുറക്കട്ടെ? All ready? Yes. Okay. ഓക്കെ, അതൊരു യൂസർ നെയിം പാസ്വേഡും ചോദിക്കും. അത് എന്റെ താഴത്തെ മോണിറ്ററിലാണ് വന്നേ. സോ സ്ക്രീൻ ഷെയറിംഗ് വരുന്നില്ല. അപ്പൊ ഞാൻ പാസ്വേഡ് അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഡെസ്ക്ടോപ്പ്. അടിപൊളി. സോ സാധാ ഡെസ്ക്ടോപ്പ് പോലെ ഉണ്ടോ? Does it look different from Windows? Linux ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും. മൈ കമ്പ്യൂട്ടർ ഡസ്റ്റ്ബിൻ ഉണ്ട്, ഐ മീൻ റീസൈക്കിൾ ബിൻ ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ട്രാഷ് ഹിയർ. നമുക്കൊരു റാസ്ബെറി പൈയുടെ ലോഗോ ഉണ്ട്. നമുക്ക് ഇതിനകത്ത് മൈൻക്രാഫ്റ്റ് കളിക്കാം. ഓക്കെ, എടുത്തു നോക്കണോ? കുഴപ്പമില്ല. ഓക്കെ, വിൽ സ്റ്റാർട്ട് എ ഗെയിം. എനിക്ക് കളിക്കണം എങ്ങനെയാണെന്ന് അറിയില്ല. സോ ഇറ്റ് ഇസ് സ്റ്റിൽ റണ്ണിങ് റിമോട്ട്ലി. നമ്മുടെ റാസ്ബെറി പൈ ഒരു മൂലയ്ക്ക് ഇരിക്കുകയാണ്. ഇത്തിരി ബോറാണ്. കുഴിച്ചു പോകാൻ തോന്നുന്നല്ലേ. I don't know how to play. Okay, അതാണ് മൈൻക്രാഫ്റ്റ്. I'll do something like that. അതായിരുന്നു മൈൻക്രാഫ്റ്റ്. സ്റ്റിൽ ഇത് എന്റെ വീഡിയോ ഒന്ന് എടുത്ത്. മൈ റാസ്ബെറി പൈ ഇസ് നോട്ട് കണക്റ്റഡ്. ഇറ്റ്സ് ജസ്റ്റ് കണക്റ്റഡ് ടു ദ ടൈപ്സ്, ഐ മീൻ പവർ. അത്ര കണക്ട് ചെയ്തിട്ടുള്ളൂ. ദെൻ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് പോവുകയാണെങ്കിൽ വി ഹാവ് ദ ബ്രൗസർ, VLC മീഡിയ പ്ലെയർ. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഹാർഡ് ഡിസ്കോ പെൻ ഡ്രൈവ് കുത്തിയ സിനിമ സ്ട്രീം ചെയ്യാം. ആക്സസറീസ്, കാൽക്കുലേറ്റർ, ബേസിക് സ്റ്റാഫ്, ടെക്സ്റ്റ് എഡിറ്റർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പ്രിഫറൻസസിൽ അപ്പിയറൻസ്. നമുക്ക് ഈ ലിനക്സ് സിസ്റ്റത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇത് ഫുള്ളി കസ്റ്റമൈസബിൾ ആണ്. ലൈക്ക് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ മലയാളം ഇടാം, ബാക്ക്ഗ്രൗണ്ട് മാറ്റാം വേണമെങ്കിൽ നമുക്ക്. അതായത് തിങ് ഈസ് ലിനക്സ് ഇസ് ഓപ്പൺ സോഴ്സ്. നമ്മുടെ വിൻഡോസ് പോലെയല്ല, അതിന്റെ കോഡ് ആക്സസബിൾ ആണ്. സോ വി ക്യാൻ ഡു എനിത്തിങ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, മിണ്ടാണ്ടിരിക്കണ്ട. സോ മറ്റേ ഹൂസ് ഓൺ മൈ വൈഫൈ വെച്ച് IP അഡ്രസ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ? അപ്പോ അത് ഓൾറെഡി വൈഫൈയിലോട്ട് കണക്റ്റഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് കണക്ട് ചെയ്യണം. ഓക്കെ ഓക്കെ ഓക്കെ, നൈസ് ക്വസ്റ്റ്യൻ. അത് ഞാൻ മനഃപൂർവ്വം പറയാത്തതാ. അതായത് ആദ്യമായിട്ട് വാങ്ങിച്ചൊരു വൈഫൈ. അതായത് ഇപ്പൊ നമ്മള് നല്ല ചോദ്യമായിരുന്നു സെബിൻ. അപ്പൊ അത് ഞാൻ പറയാത്ത എന്താന്ന് വെച്ചാൽ ഇത്തിരി കോംപ്ലക്സ് ആണത്. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ SD കാർഡിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇട്ടു, നമ്മുടെ റാസ്ബെറി പൈയിൽ ഇട്ടു. നമ്മള് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് നമ്മൾ മോണിറ്ററിൽ കുത്താം. അതായത് നമ്മൾ HDMI വഴി മോണിറ്ററിൽ കുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ പോയിട്ട് ഇവിടെ നമുക്ക് വൈഫൈയുടെ യൂസർ നെയിം പാസ്വേഡ് ഇവിടെ സ്പെസിഫൈ ചെയ്യാം. അല്ലെങ്കിൽ അപ്പൊ നമുക്ക് ഇവിടെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ റിമോട്ട് ആയിട്ട് ആക്സസ് ചെയ്യാം. ഇപ്പൊ ഞാൻ വാങ്ങിച്ച പോലെ VNC വഴി ആക്സസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ നമ്മള് എന്റെ ഇമേജ് ഡൗൺലോഡ് ആയി കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇത് ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഞാൻ ഇതൊന്ന് ഫ്ലാഷ് ചെയ്യണത് കാണിച്ചു തരാം. ഇപ്പൊ ഗൂഗിളിൽ നോക്കിയറിയാം ഹൗ ടു സെറ്റപ്പ് റാസ്ബെറി പൈ ഹെഡ്ലെസ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന്റെ കോൺഫിഗ് ഫയലിൽ പോയിട്ട് കുറച്ച് കമാൻഡ് നമ്മൾ അടിച്ചു തരണം. ഇതുണ്ടോ? അപ്പം ഈ ഒരു ഫയൽ നമ്മൾ കാണും. അതിൻ്റെ അകത്ത് നമുക്കിവിടെ നെറ്റ്വർക്കിന്റെ അവിടെ നമുക്കിവിടെ നമ്മുടെ വൈഫൈയുടെ പേര് സ്പെസിഫൈ ചെയ്യാം, ഇവിടെ പാസ്വേഡ് സ്പെസിഫൈ ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഇമേജ് നമ്മുടെ SD കാർഡിലേക്ക് ഇടുന്നതിന് മുമ്പ് അതിന്റെ ഫയലിൽ കയറിയിട്ട് നമ്മുടെ വൈഫൈയുടെ SSIDയും പാസ്വേഡും ഓൾറെഡി അടിച്ചു കൊടുക്കണം. അപ്പൊ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നേരിട്ട് ഇതിലേക്ക് കണക്ട് ആവും. അപ്പൊ ഞാനിത് എടുക്കാന്ന് വിചാരിച്ചാ, പക്ഷെ സീനിയേഴ്സ് പറഞ്ഞു ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആവും, അത്ര പോകണ്ട. അതുകൊണ്ടാണ് ഞാൻ ഇത് കവർ ചെയ്യാറ്. ഓക്കെ, എനിവേ നൈസ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ഇതായിട്ടുണ്ട്. ഓക്കെ, അവിടെ റാസ്ബെറി പൈ ഇമേജർ ഓൾറെഡി വരുന്നുണ്ട്. ഓക്കെ, നമുക്കത് കൊടുത്തു നോക്കാം. സോ യു വിൽ ഗെറ്റ് ടു നോ ഹൗ റാസ്ബെറി പൈ ഇമേജർ. ഞാൻ യെസ് കൊടുത്തു, ചൂസ് SD കാർഡ്, എൻ്റെ GB കൊടുത്തു, റൈറ്റ്.
യെസ്. അപ്പോൾ ലെറ്റ് ദിസ് ഹാപ്പൻ. നമുക്ക് തിരിച്ചിതിലേക്ക് വരാം, സിസ്റ്റത്തിലേക്ക് വരാം. ഓക്കെ, മൂവിങ് ഓൺ. ഇതാണ് നമ്മുടെ സിസ്റ്റം. ഡസ് ഇറ്റ് റിസംബിൾ വിൻഡോസ്? വിൻഡോസ് നമ്മുടെ സി ഡ്രൈവ് എന്ത്? സി ഡ്രൈവ് കാണാനില്ല. ഡി ഡ്രൈവ് എന്ത്? ഒന്നും കാണാനില്ല. പിന്നെ ഡൗൺലോഡ്സ് ഉണ്ടല്ലേ. സോ ദിസ് ഇസ് ഹൗ എ ലിനക്സ് സിസ്റ്റം ലുക്സ് ലൈക്ക്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സോ ടുമോറോ നമ്മള് ഓക്കെ പറഞ്ഞു. ഒരു ഡൗട്ട് ഉണ്ട്. മറ്റേ അഥവാ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യുന്ന ആലോചിച്ചു, നമുക്ക് അതിലൂടെ നമുക്ക് ഈ ഡെസ്ക്ടോപ്പ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ലേ? എങ്ങനെ കണക്ട് ചെയ്തിട്ടോ? അല്ല ചേട്ടൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയില്ലേ ഈ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ, അഥവാ കണക്ട് ചെയ്തെന്ന് വെച്ചോ, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഡെസ്ക്ടോപ്പിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ലാപ്ടോപ്പിലൂടെ? അതായത് ലാപ്ടോപ്പ് വഴി ആക്സസ് ചെയ്യാൻ 2 വഴികളാണുള്ളത്. ഒന്ന് ഈ പറഞ്ഞ പോലെ VNC വഴി ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ ലാപ്ടോപ്പ് വഴിയല്ല, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് HDMI കുത്തി ആക്സസ് ചെയ്യാം. അതായത് ഈ HDMI വഴി കുത്തി ആക്സസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ വൈഫൈയിലേക്ക് GUI വഴി, അതായത് ഇപ്പൊ എന്റെ സ്ക്രീൻ കണ്ടോ, ഇവിടെ നമുക്ക് ഇപ്പൊ ഞാൻ എന്റെ 5G ഹെർട്സിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് ഇവിടെ വൈഫൈ പാസ്വേഡ് അടിച്ചു കൊടുക്കാം. കണ്ടോ, ഇവിടെ പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പൊ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് HDMI കുത്താണ്ട് വിൻഡോസിൽ ഈ VNC വ്യൂവർ വഴി റിമോട്ട് ആയിട്ട് ആക്സസ് ചെയ്യാം. അല്ലാണ്ട് HDMI to HDMI എന്തായാലും പറ്റില്ല. Got it? ഓക്കെ. വേറെ എന്തെങ്കിലും? ലിനക്സ് ഓർ ഉബുണ്ടു ആണോ പ്രിഫറബിൾ ഫോർ റാസ്ബെറി? ഓക്കെ, അതൊരു കുറച്ച് കഥ പറയേണ്ടതുണ്ട്. ലിനക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല കേട്ടോ. ലിനക്സ് എന്ന് പറഞ്ഞ ഒരു കേർണലാണ്. അതായത് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഐ വിൽ ടെൽ ദ സ്റ്റോറി. കുറെ പേർക്കുള്ള ഒരു മിസ്കൺസെപ്ഷൻ ആണ്. ഓക്കെ, സോ ഞാൻ പറയാം. ഇറ്റ് ഇസ് റാസ്ബെറി പൈ ഇത്തിരി ഡിബേറ്റ് ചെയ്തു, എന്നാലും അറിഞ്ഞിരിക്കണം നല്ലതാ. ഓക്കെ, സോ ദർ വാസ് എ പേഴ്സൺ കോൾഡ് റിച്ചാർഡ് സ്റ്റോൾമൻ. So he was a person of the open source foundation. അപ്പം ബാക്ക് ദെൻ ഒരു യുണിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പം ഈ യുണിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെയ്ഡ് ആയിരുന്നു, അതുകൊണ്ട് ആൾക്കാർക്ക് അത്ര ഇഷ്ടമായിരുന്നു. അപ്പൊ ഈ റിച്ചാർഡ് സ്റ്റോൾമൻ എന്ത് ചെയ്തു? റിച്ചാർഡ് സ്റ്റോൾമൻ ഹി വാണ്ടഡ് ടു ക്രിയേറ്റ് സംതിങ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ്. അപ്പം റിച്ചാർഡ് സ്റ്റോൾമൻ ആണ്, റിച്ചാർഡ് സ്റ്റോൾമൻ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കി. ഓക്കെ, ആൻഡ് ദർ വാസ് എ പേഴ്സൺ കോൾഡ് ലൈനസ് ടോൾവാർട്സ്. അപ്പൊ ലൈനസ് ടോൾവാർട്സ് ലിനക്സ് എന്ന് പറഞ്ഞിട്ട് കേർണൽ ഉണ്ടാക്കി. ബാക്ക് ദെൻ ഹി വാസ് എ സ്റ്റുഡന്റ്. അപ്പം ഹി ക്രിയേറ്റഡ് ലിനക്സ് കേർണൽ. ഓക്കെ, റിച്ചാർഡ് സ്റ്റോൾമൻ ക്രിയേറ്റ് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂണിക്സ്. ഓക്കെ, GNU. റിച്ചാർഡ് സ്റ്റോൾമൻ GNU എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. GNUയുടെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ GNU ഇസ് നോട്ട് യുണിക്സ്. അതായത് യുണിക്സിന് പകരമായിട്ട് ഹി ക്രിയേറ്റഡ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ അപ്പം അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇറ്റ് ഡിഡന്റ് ഹാവ് എ കേർണൽ, അതായത് ഒരു പ്രോപ്പർ കേർണൽ ഉണ്ടായില്ല. അപ്പൊ കേർണൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സാധനമാണ് കേർണൽ. ഓക്കെ, അപ്പം റിച്ചാർഡ് സ്റ്റോൾമന്റെ GNU പ്രൊജക്ടിന് ഹി നീഡഡ് എ കേർണൽ. അപ്പം എന്ത് ചെയ്തു? ആ സമയത്താണ് നമ്മുടെ ലൈനസ് ടോൾവാർട്സ് ലിനക്സ് കേർണൽ ഓപ്പൺ സോഴ്സ് ചെയ്തത്. അപ്പൊ എന്ത് ചെയ്തു? ഈ റിച്ചാർഡ് സ്റ്റോൾമൻ ഈ ലൈനക്സ് കേർണൽ എടുത്തിട്ട് അങ്ങേരുടെ ഇതിന് ഉപയോഗിച്ചു, അതായത് GNU പ്രൊജക്ട് ഉപയോഗിച്ചു. അപ്പൊ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് GNU ലിനക്സ് ഉണ്ടായത്. അപ്പം GNU ലിനക്സിന്റെ താഴെ വരുന്നതാണ് ഈ പറഞ്ഞ പോലെ ഉബുണ്ടു, റാസ്ബെറി പൈ OS, ആൻഡ് ദെൻ ഡെബിയൻ, ഫെഡോറ ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. സോ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ? ക്ലിയർ ആയോ? ഓക്കെ, ഫോർ റാസ്ബെറി പൈ ഞാൻ എന്റെ ഈ പ്രൊജക്റ്റിൽ, എന്റെ ക്യാമറ നോക്കുവാണെങ്കിൽ ഈ പ്രൊജക്റ്റിൽ ഐ യൂസ്ഡ് ഉബുണ്ടു. ഞാൻ ഉബുണ്ടു ഉപയോഗിച്ചത്. ബട്ട് റാസ്ബെറി പൈ ഉണ്ടാക്കുന്ന ആൾക്കാർ, റാസ്ബെറി പൈ ഫൗണ്ടേഷൻ പ്രിഫേഴ്സ് us to use the റാസ്ബെറി പൈ OS. കുറച്ചുകൂടി ബിഗിനർ ഫ്രണ്ട്ലി ആണ്, ആൻഡ് സെറ്റപ്പ് ചെയ്യാനൊക്കെ കുറച്ചുകൂടി സിമ്പിൾ. ഓക്കെ, എനി മോർ ഡൗട്ട്സ്? But why did you use Ubuntu for your project? Okay, പറഞ്ഞുതരാം. Okay, I used Ubuntu because I needed something called robot operating system. It runs better on Ubuntu. There are several versions of ROS, mainly Melodic, Kinetic, and the recent one Noetic. So Ubuntu, I used Ubuntu 18.04. So that version lana ee ROS Melodic work cheyu. So that's why I used Ubuntu.
അപ്പൊ റാസ്ബെറി ആണ് മെയിൻലി പ്രിഫർ ചെയ്യുന്നത്. സോ നമുക്ക് ഇതിനകത്ത് തോണി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, പൈത്തൺ ഐഡി. ഇതിനകത്ത് നമുക്ക് പൈത്തൺ പ്രൊജക്ട്സ് ഒക്കെ ചെയ്ത് നോക്കാം. സോ നാളത്തെ സെഷനിൽ വിൽ ബി ഡൂയിങ് 2 പ്രൊജക്ട്സ്. വൺ ഇസ് LED ബ്ലിങ്കിങ്, എല്ലാവർക്കും കണ്ടും അടുത്ത സാധനമാണ്. സോ വി വിൽ ബി ഡൂയിങ് ഇൻട്രസ്റ്റിംഗ് പ്രൊജക്ട്. ഐഡിയ അർജുൻ ചേട്ടനെയാണ്, ആൻഡ് 2 പ്രൊജക്ട്സ് അങ്ങനെ. സോ ടുമോറോ സെഷൻ വിൽ ബി ഓൺ ദ റാസ്ബെറി പൈ ഡെസ്ക്ടോപ്പ്. We'll be playing around with some Python code. Programming അറിയില്ലെങ്കിലും കുഴപ്പമില്ല. And also we'll learn some shell scripting ആയിട്ടല്ല, ബേസിക് ലിനക്സ് ഷെൽ കമാൻഡ്സ്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് എപ്പോഴും ഈ പറഞ്ഞ ഡെസ്ക്ടോപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നിരിക്കില്ല, റൈറ്റ്? ഇപ്പം സപ്പോസ് നമുക്ക് ഇന്റർനെറ്റിന് ബാൻഡ്വിഡ്ത്ത് ഇല്ല, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ ഹാക്കിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ഈ ഡെസ്ക്ടോപ്പ് എൻവയൺമെന്റ് doesn't look cool, right? We need to use the terminal. So how to use the terminal I will teach you. I will teach you some basic commands. With that, ഞാൻ ചുമ്മാ ഒരു ബേസിക് കമാൻഡ് ഓടിച്ച് കാണിച്ചു തരാം. Okay. Looks cool, right? ഇത് ബേസിക്കലി ഒന്നുമില്ല, നമ്മുടെ റാസ്ബെറി പൈയിൽ ഓടുന്ന നമ്മുടെ കമ്പ്യൂട്ടറിൽ ടാസ്ക് മാനേജർ എടുത്തിട്ട് അതിനകത്ത് കാണില്ലേ എത്ര കോഴ്സിൽ എത്ര സാധനങ്ങൾ ഓടുന്നുണ്ട്, നമ്പർ ഓഫ് പ്രോസസ്സസ് റണ്ണിങ് ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. അതാണ് ഇപ്പൊ ബേസിക്കലി നിങ്ങൾ കാണുന്നത്. 4 കോർ ഉണ്ട് റാസ്ബെറി പൈക്ക്, 4 GB റാം ഉള്ള റാസ്ബെറി പൈ ഉപയോഗിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് സ്വാപ്പ് മെമ്മറി. അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. ഇഫ് യു വാണ്ട് വി വിൽ ക്രിയേറ്റ്, ഐ മീൻ വിൽ കീപ് എ സെഷൻ ഓൺ അഡ്വാൻസ് റാസ്ബെറി പൈ. സോ എച്ച്ടോപ്പ് അതൊരു സാധനമാണ്. പിന്നെ ബേസിക് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്യാറില്ലേ, അതുപോലെ നമുക്ക് sudo apt update കൊടുത്തിട്ടുണ്ടെങ്കിൽ റാസ്ബെറി പൈ അപ്ഡേറ്റ് ആവും. സോ ഇറ്റ്സ് അപ്ഡേറ്റിംഗ് ഇറ്റ്സെൽഫ്. പാക്കേജസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്യാം. അതായത് നമ്മുടെ വിൻഡോസിലെ പോലെ 1 ക്ലിക്ക് അപ്ഡേറ്റ് അല്ല, വി ഹാവ് ടു ടൈപ്പ് ഇൻ കോഡ്. ബട്ട് ദ ഫൺ പാർട്ട് ഇസ് നമുക്കൊരു സൂപ്പർ പവർ കിട്ടണ പോലെയാണ്. വി ആർ എഫിഷ്യന്റ് ആൻഡ് വി ഗെറ്റ് സ്കിൽ ടു യൂസ് ദ കമാൻഡ് ലൈൻ. സോ നമുക്ക് GUI ആയിട്ട് ടാറ്റ ബൈ ബൈ പറയാം. അപ്പൊ GUI ഉപയോഗിക്കാണ്ടിരുന്നുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അത്രയും കമ്പ്യൂട്ടിംഗ് സോഴ്സസ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. സോ അത്രയും പവറും കൂടി നമുക്ക് നമ്മുടെ പ്രോസസ്സ് റൺ ചെയ്യാൻ ഉപയോഗിക്കാം. നമുക്ക് അപ്ഗ്രേഡ് എടുത്ത് നോക്കാം. ഓക്കെ, ഇത്ര സാധനങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാണ്ട് യെസ് കൊടുക്കാം. ഓക്കെ, ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വേണമെങ്കിൽ വേറെ ടെർമിനൽ സെഷൻ തുറക്കാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ പൈത്തൺ അടിച്ച പൈത്തൺ കോഡ് ചുമ്മാ എടുത്ത് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് നോക്കി. ഓക്കെ, അങ്ങനെ. So that was basic introduction of Raspberry Pi, how to set up the desktop environment, how to use it wirelessly and stuff like that. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് 50 ആവാറായി. ഏത് കോഡിംഗ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാമോ? C++ അല്ലെങ്കിൽ അത് ഞാൻ പറഞ്ഞു. ബൈ ഡിഫോൾട്ട് മറ്റേ C++ ആണെങ്കിൽ G++ എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്നത്, ആൻഡ് C ആണെങ്കിൽ GCC ഉപയോഗിക്കുന്നത്. പൈത്തൺ ആണെങ്കിൽ ചുമ്മാ പൈത്തൺ അടിച്ചാൽ മതി. ഇപ്പൊ ലൈക്ക് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട്, ഓക്കെ, അതൊരു അടിപൊളി സംഭവം. ഇവിടെ ഇവിടെ ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധനമുണ്ട്. ഇപ്പോൾ നമുക്ക് ആരുടെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് പേര് പറഞ്ഞു. അഭിഷേക്, ഐ ഹേർഡ് അഭിഷേക്. അല്ലേ? ഓക്കെ, abhishek.py ക്രിയേറ്റ് ആയി. ഇവിടെ നമുക്ക് പ്രിന്റ് ഹലോ വേൾഡ് കൊടുക്കാം. ഓർ എൽസ് ഞാൻ GUI വഴി അത് എങ്ങനെയാ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇത്തിരി ബോർ അടിക്കും, ബട്ട് ഇറ്റ്സ് വെരി യൂസ്ഫുൾ. ഓക്കെ, ഐ വിൽ ടൈപ്പ് ഇൻ LS. വിൽ ഹാവ് എ സെഷൻ ഓൺ ദിസ് ടുമോറോ. LS അടിക്കുമ്പോൾ ഇത്ര സാധനങ്ങൾ വന്നു. അഭിഷേക് കണ്ടോ? ഇല്ലല്ലോ, abhishek.py കാണാനില്ല. അപ്പൊ ഞാൻ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഡെസ്ക്ടോപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പിൽ കാണാം അഭിഷേകനെ, റൈറ്റ്? അപ്പം ഇവിടെയാണ് അഭിഷേക് കിടക്കണത്. അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് നാവിഗേറ്റ് ചെയ്യാൻ പോവാം. അപ്പൊ അതിനുള്ള കമാൻഡ് CD ഡെസ്ക്ടോപ്പ് എന്ന് അടിക്കാം. അപ്പൊ ഇതിന്റെ പ്രത്യേകത DE അടിച്ചിട്ട് ടാബ് നിൽക്കിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആവും, ബാക്കി അടിക്കാൻ നിൽക്കണ്ട. എൻ്റർ കൊടുക്കുക, ഡെസ്ക്ടോപ്പിൽ വന്നു. അവിടുത്തെ സാധനങ്ങൾ നോക്കുക. എവിടെ അഭിഷേക്? ഓക്കെ, അഭിഷേക് ഉണ്ട്. ഇനി അഭിഷേകിലേക്ക് നമുക്ക് ഒരു ഹലോ വേൾഡ് കൊടുക്കാം. നാനോ എന്ന് പറഞ്ഞാൽ ഒരു എഡിറ്റ് ആണ്. സൂഡോ എന്ന് പറഞ്ഞാൽ ഒരു പെർമിഷന് വേണ്ടിയിട്ടാ, ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നാനോ എന്ന് പറഞ്ഞ ഒരു എഡിറ്റർ, അതായത് എഡിറ്റർ വെച്ചിട്ട് അഭിഷേകിനെ ഓപ്പൺ ചെയ്യാൻ പോവാം. നാനോ ഉണ്ട്, Gedit ഉണ്ട്. സോ ലെറ്റ്സ് യൂസ് നാനോ. ഞാൻ ABH അടിച്ചു, ഞാൻ ടാബ് വെക്കാൻ പോവാം. ലെറ്റ്സ് കംപ്ലീറ്റ് ആയി. എൻ്റർ കൊടുത്തു. അപ്പൊ ഇതൊരു പൈത്തൺ ഫയലാണ്. ഇപ്പൊ 2 കണ്ടോ, അത് ഹൈലൈറ്റ് ആയി വന്നു.
ഹലോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞോ. ഓക്കെ, ഇനി സേവ് ചെയ്യാൻ കൺട്രോൾ O ആൻഡ് അപ്പൊ ഇവിടെ ചോദിക്കും റൈറ്റ് ഫയൽ നെയിം ടു, അതിങ്ങനെ റൈറ്റ് ചെയ്യണം ചോദിക്കും. എൻട്രോ കൊടുക്കുക, എക്സിറ്റ് ചെയ്യുക. ഇനി ഇത് റൺ ചെയ്യുകയാണെങ്കിൽ ചുമ്മാ പൈത്തൺ അടിക്കുക, അഭിഷേക് എന്ന് അടിക്കുക, എൻഡ് ഡൺ ത്രൂ. സോ ദ തിങ് ഇസ് ഓക്കെ, ഇത് ഒരു സംഭവം കൂടി കാണിച്ചു തരാം. ലെറ്റ്സ് ഫൈൻഡ് ഐ യൂസ് ദിസ് വിത്ത് GUI, റൈറ്റ്? ഞാൻ GUI ക്ലോസ് ചെയ്യാൻ പോവാം. ഓക്കെ, ഞാൻ VNC ക്ലോസ് ചെയ്തു. ഓ, ദിസ് ഇസ് ഹാപ്പനിങ്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. ഐ യൂസ് ഹൗ ടു യൂസ് ഇറ്റ്. GUI അല്ലാണ്ട് എങ്ങനെ ആക്സസ് ചെയ്യാം? ഞാൻ എന്ത് മെത്തേഡാണ് പഠിപ്പിച്ചത്? ആൻസേഴ്സ് വരട്ടെ. To use the command line, I showed you something, right? Before VNC കാണിക്കുന്നതിന് മുമ്പ് I took something, did some command and told you to enable something. It's called putty. നമ്മൾ IP address ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? 192.168.1.12. ആരാത് പറഞ്ഞേ? 1, 2. ആരാത് പറഞ്ഞേ? അഭിഷേക്. You will have a special prize from Femin. Femin നിനക്ക് ലിത്തോഫിയൻ കീച്ചൻ ആയിട്ട് ചേർന്നായിരിക്കും. തീർച്ചയായും. ഓക്കെ, ബൈ. ഇത് നേരത്തെ കാണിക്കാൻ പറ്റില്ല. റാസ്ബെറി പാസ്വേഡ്, റാസ്ബെറി. ഓക്കെ, നമുക്ക് ആക്സസ് കിട്ടി. ഇനി we'll execute the command. ഇത്തിരി ചെറുതായിരിക്കും, അതിന് വലുതാക്കി കുട്ടിയിൽ പോയിട്ട് അപ്പിയറൻസ് ഒരു ഓക്കെ, വലിയ സ്ക്രീൻ കിട്ടിയില്ല. ഓക്കെ, ഇനി നമുക്ക് abhishek.py ആണ് റൺ ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത് പറഞ്ഞോ? എവിടെയായിരുന്നു അത്? CD desktop. ഓക്കെ, നോ സച്ച് ഫയൽ ഓർ ഡയറക്ടറി. ഞാൻ എന്താ മിസ്റ്റേക്ക് വരുത്തി? ക്യാപിറ്റൽ അല്ലായിരുന്നു. എക്സാക്ട്ലി, അടിപൊളി. ഓക്കെ, abhishek.py എക്സിക്യൂട്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? Python. Perfect. So അങ്ങനെ, so we are having remote access to this computer. Raspberry Pi ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇത് ടൈപ്പ് ചെയ്ത് നോക്കാം. സോ ഉണ്ടോ, നമ്മുടെ വിൻഡോസ് സിസ്റ്റത്തിൽ ജസ്റ്റ് പുട്ടിയിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ കാണുന്നത്. അതേപോലെ വേറൊരു സാധനമുണ്ട്, ഇറ്റ്സ് ക്വൈറ്റ് കൂൾ. നമുക്ക് ഫ്രണ്ട്സിനെ കാണിച്ചു കൊടുക്കാൻ വേണമെങ്കിൽ ഹോളിവുഡ് it will take some time, I guess. Okay, let it run. And is there any doubt? Okay, this is something cool. Okay, അതായത് ഇത് നമ്മളെ ഫ്രണ്ട്സിനെ കാണിച്ചു കൊടുത്താൽ they'll think we are hacking something. Let it finish installing. By that time, any doubt ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കമന്റ് ബോക്സിലോ അങ്ങനെ എന്തെങ്കിലും. Tomorrow we will do basic exercises with shell commands. ഇതേപോലെ കുറച്ചുകൂടി അഡ്വാൻസ് ആണ് കാണിച്ചു തരാം. എന്റെ ക്യാമറയിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ you will find LEDs, but നമ്മൾ സാധാ ബ്ലിങ്കിങ് അല്ല. we'll do something exciting. Okay, Hollywood try ചെയ്യാം. Cool, right? ഇതൊന്നുമില്ല, ബേസിക്കലി ജസ്റ്റ് ആനിമേഷൻ മാത്രമാണ്. അടിപൊളിയല്ലേ? പിന്നെ അടിപൊളി. ആൻഡ് ഈവൻ ഇത് വേണം ഇപ്പൊ എനിക്ക് മറ്റേ GUI വഴി പോയിട്ട് ചെയ്യാം. ബട്ട് നമുക്കിപ്പോ ഒരു ലിനക്സ് ഷെല്ല്, അതായത് ഒരു ടെർമിനലിൽ നിന്നാണ് നമ്മൾ ഇത്രയും പരിപാടികൾ ചെയ്തത്. സോ ദ ടെർമിനൽ ഇസ് സോ പവർഫുൾ. ഇൻസ്പിറേഷൻ കൂടുവാണെങ്കിൽ മിസ്റ്റർ റോബോട്ട് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്, അത് കണ്ടു, അടിപൊളിയാണ്.
അത് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. ഫുള്ള് കൺഫ്യൂഷൻ ആണല്ലോ. എന്തോ പറഞ്ഞ കേട്ടില്ല. ആ സീരീസ് ഫുള്ള് കൺഫ്യൂഷൻ ആണല്ലോ. The thing I showed you, അതാണോ? അല്ല മിസ്റ്റർ റോബോട്ട് എന്ന് പറഞ്ഞ സീരീസ്. ഓക്കെ അത് അവസാനത്തേക്ക് ഇത്തിരി കൺഫ്യൂഷൻ ആണ്. ഓക്കെ ദെൻ അഡ്വാൻസ് സെഷൻ വെക്കുവാണെങ്കിൽ കുഞ്ഞ് ഹാക്കിംഗ് ടെക്നിക്സ് ഒക്കെ പഠിപ്പിച്ചു തരാം. ലൈക് ഫിഷിംഗ് ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. റാസ്ബെറി പൈ വെച്ച് പഠിപ്പിച്ചു തരാം. ആൻഡ് റാസ്ബെറി പൈ ആൻഡ് ക്യാമറ കണക്ട് ചെയ്തിട്ട് ഇന്നിപ്പോ നമുക്ക് സമയമില്ല. നാളെ ക്യാമറ കണക്ട് ചെയ്തിട്ട് ക്യാമറ ഇന്റർഫേസ് എങ്ങനെയാന്ന് കാണിച്ചു തരാം. പിന്നെ ഒരു ചെറിയ പൈത്തൺ വെച്ചിട്ടൊരു പ്രൊജക്ട് കാണിച്ചു തരാം. ദെൻ എന്തേലും ഉണ്ടെങ്കിൽ പറഞ്ഞു. ആൻഡ് that's it my part. ചേട്ടാ ഈ റാസ്ബെറി പൈ ഉപയോഗിച്ചിട്ട് നമുക്ക് വൈഫൈ ആക്സസ് ചെയ്തിട്ട് അതിലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാം നമുക്ക് ആക്സസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് റാസ്ബെറി പൈ കണക്കൊക്കെ വേറൊരു പ്രോഗ്രാം ചെയ്ത സാധനം നമുക്ക് ആക്സസ് ചെയ്തിട്ട് നമുക്ക് ഈ നമ്മൾ ഉപയോഗിക്കുന്ന റാസ്ബെറി നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റത്തില്ല വേറെ ഒരാൾക്ക്? അത് പറ്റും. അതായത് ഇപ്പൊ അത് നല്ലൊരു പോയിന്റ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ ഒരു നെറ്റ്വർക്കിലേക്ക് റാസ്ബെറി പൈ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അറ്റാക്ക് കൊടുക്കണം. ഇപ്പൊ നേരത്തെ പറഞ്ഞ DDoS അറ്റാക്ക് കൊടുക്കുകയാണെങ്കിൽ എവിടെ നിന്നാ ഇത് വന്നേന്ന് അറിയാൻ പറ്റും. ഇത്രയും ട്രാഫിക് ഏത് ഡിവൈസ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും. പക്ഷെ ദാറ്റ് ഡസന്റ് മാറ്റർ. നമ്മളൊരു സാധനം കൊണ്ട് ഒരു മൂലയ്ക്ക് വെക്കുന്നു. ലെറ്റ് ദാറ്റ് ഡു ദ ജോബ്. അത് ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാണ്ട് ഇറ്റ് ഷുഡ് you should carry out the operation. When did you start learning this? Okay. ആരാ ചോദിച്ചത്? റയാൻ ഫാഡി. ഓക്കെ. ഇത് എനിക്കിത് ഒരു ഗിഫ്റ്റ് ഫസ്റ്റ് റാസ്ബെറി പൈ 2 ഇത് 3 ആണ്. ആൻഡ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് 4 എനിക്ക് 2 ആണോ 3 ആണോ എന്നറിയില്ല. ഐ ഗോട്ട് ദിസ് ആസ് എ ഗിഫ്റ്റ് ഫ്രം മൈ കസിൻ ഫോർ മൈ ബർത്ത്ഡേ. അപ്പം അന്നും ഈ പറഞ്ഞ പോലെ പഠിപ്പിച്ച ആരും ഉണ്ടായില്ല. ഓൺലൈൻ നോക്കി ഇങ്ങനെ ചുമ്മാ ട്രൈ ചെയ്യായിരുന്നു. ആൻഡ് ഫസ്റ്റ് പ്രൊജക്ട് ഐ ഡിഡ് വാസ്, അത് നാളെ കാണിച്ചു തരാം വി ഹാവ് ടൈം. ഐ ഡിഡ് അസിസ്റ്റന്റ്, ഗൂഗിൾ അസിസ്റ്റന്റ് പോലെ. എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കാണാൻ പറ്റും. ഇറ്റ്സ് കോൾഡ് ഓക്കെ ബൂബു എന്ന പേര്. സോ അത് വെച്ചിട്ട് ഐ കണക്റ്റഡ് ഇറ്റ് വിത്ത് IoT. ആൻഡ് ഇന്ന് കാണിക്കണം. ഇഫ് വി ഹാവ് ടൈം വേണമെങ്കിൽ കാണിച്ചു തരാം. ഗിഫ്റ്റ് എത്രാമത്തെ ബർത്ത്ഡേ കിട്ടിയതാ? 8th or 9th പഠിക്കുമ്പോ. വയസ്സപ്പോ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ എനിക്കറിയില്ല. അല്ല അപ്പോഴേ തുടങ്ങിക്കണല്ലേ? ഓക്കെ. ഇല്ല, അപ്പൊ ശരിക്കും പറഞ്ഞത് കറക്റ്റ് ആയിട്ടൊന്നും അറിയില്ല. ലൈക്ക് എന്താ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിക്കുന്നല്ലാണ്ട് ആപ്ലിക്കേഷൻ ആയിട്ടൊന്നും ചെയ്തിട്ടുണ്ടായില്ല. ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു. ഓരോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കാണിച്ചു തരാം. ഓക്കെ, ഒരു യൂട്യൂബിൽ അതിന്റെ ലിങ്ക് ഉണ്ട്. I'll share that. Chat box ഇടണം. സപ്പോസ് ഇപ്പൊ ക്ലിയർ ആയില്ലെങ്കിൽ വാച്ച് ഇറ്റ്. ഓക്കെ, ഇതിന് സ്ട്രീം ചെയ്താലും പോരെ? വർക്കിംഗ് മാത്രം ഞാൻ കാണിച്ചു. ഓഡിയോ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? വീഡിയോയുടെ ഓഡിയോ കേൾക്കാലോ? പറ്റുന്നുണ്ട്. Turn on the light. Okay, turning on the light. Okay, Boo Boo. Turn off the light. Okay, turning off the light. Okay, Boo Boo. Turn on the fan. Okay, turning on the fan. Okay, Boo Boo. Stream faded by Alan Walker from YouTube. Getting YouTube link. ഓക്കെ, അതാണ് സാധനം. ഇത് വെച്ചിട്ട് ഞാൻ ഒരു പരിപാടി സ്കൂളില് എന്താ ലാബില് എന്താ അല്ല അത് പക്ഷെ റാസ്ബെറി പൈ വെച്ചിട്ടല്ല ചെയ്തത്, നോഡ് MC വെച്ചിട്ടാണ് ചെയ്തത്. ഓക്കെ, സോ അതാണ്. പിന്നെ ഇത് ഞാൻ റാസ്ബെറി പൈ വെച്ച് ചെയ്തൊരു പ്രൊജക്റ്റ് ആണ്.
സോ നോക്കിയിട്ട് തന്നെ കാണാം. സോ ദിസ് ഇസ് യൂസിങ് റാസ്ബെറി പൈ. എന്നിട്ട് ഞാൻ ക്യാമറ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് 3D പ്രിന്റർ സ്റ്റാൻഡ്. അപ്പം ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഗസ് ചെയ്യാവോ എന്ത് ചെയ്യണ സാധനം ഇരിക്കുന്നത്? മറ്റേ റോഡില് ആ പറഞ്ഞോ, കറക്റ്റ് ആണ്. എന്തോ ലൈൻ ഫോളോ എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് ബേസിക്കലി ക്യാമറ വെച്ചിട്ട് ഓപ്പൺ സി ബി എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്, ഓപ്പൺ സോഴ്സ് കമ്പ്യൂട്ടർ വിഷൻ, ലൈൻ ഡിറ്റക്ഷൻ. അതെ, അതായത് ആ 2 വൈറ്റ് ലൈനിന്റെ സെന്റർ ചെയ്ത് ഈ റോബോട്ട് പോകാൻ നോക്കും. എൻ്റെ ഒരു ഡെമോ വീഡിയോ ഉണ്ട്, പക്ഷെ ഇതിന്റെ ഒരു ഡെമോ വീഡിയോ. പക്ഷെ ഞാൻ ഉണ്ടാക്കിയപ്പോ പല വഴിക്കാ പോയെ. ട്രൈങ് ടു സെന്റർ ഇറ്റ് സെൽഫ് ബിറ്റ്വീൻ ദ പാർട്ട്. ബട്ട് ആ ഒരു ടേണിംഗ് എടുത്തപ്പോൾ പല വഴിക്ക് പോയി. അത് റാസ്ബെറി പൈ വെച്ചിട്ട് ചെയ്തു. സോ എന്താ ചെയ്തതെന്ന് വെച്ചാൽ റാസ്ബെറി പൈയിൽ ക്യാമറ കണക്ട് ചെയ്തു ആൻഡ് വിൽ ടേക്ക് ദ. സോ ഇങ്ങനെ ആയിരിക്കും അതിന്റെ ഇത്. അപ്പൊ ഇങ്ങനെയായിരിക്കും ക്യാമറയിൽ നിന്ന് വരുന്ന ഇത് ഫീഡ്. ഇപ്പൊ ഓപ്പൺ സി വെച്ചിട്ട് നമുക്ക് അതിന്റെ പെർസ്പെക്റ്റീവ് എടുക്കാൻ പറ്റും, ഇങ്ങനെ ആക്കാൻ പറ്റും. എന്നിട്ട് ഈ വൈറ്റ് ലൈനിന്റെ സെന്റർ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ റോബോട്ടിന്റെ സെന്റർ അതായിട്ട് മാച്ച് ചെയ്യാൻ നോക്കും. അതിനുള്ള കോഡിംഗ് ആണ് ചെയ്തത്. സോ അതായിരുന്നു ഒരു പ്രൊജക്ട് റാസ്ബെറി പൈ വെച്ച് ചെയ്തത്. നമുക്ക് ഈ റാസ്ബെറി പൈ നമുക്ക് ഗെയിം ഡെവലപ്മെന്റ് ഉപയോഗിക്കാൻ പറ്റും? ഇത്തിരി ബുദ്ധിമുട്ടാ, പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം റാസ്ബെറി പൈക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ലൈക്ക് ഇത്രേ ഉള്ളൂ സാധനം, ബേസിക്കലി ഫോർ ലോ പവേർഡ്. പക്ഷെ എന്നാലും കുറച്ചുകൂടി, അതായത് അർഡുയിനോയിലും പവർഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ലൈക്ക് കമ്പ്യൂട്ടർ വിഷൻ ചെയ്യാം. കമ്പ്യൂട്ടർ വിഷൻ ചെയ്യാനാണെങ്കിൽ സംതിങ് കോൾഡ് NVIDIA Jetson Nano, ലിറ്റിൽ മോർ എക്സ്പെൻസീവ് ദാൻ ദിസ്. ബട്ട് എന്നാലും കുറച്ചുകൂടി അഡ്വാൻസ് പ്രോസസ്സിനൊക്കെ വി ക്യാൻ യൂസ് ദിസ്. ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ബിറ്റ്കോയിൻ മൈനിങ്, അങ്ങനെ സ്റ്റഫ് ലൈക്ക് ദാറ്റ്. ബിറ്റ്കോയിൻ മൈനിങ് എന്നാലും ഇത് എഫിഷ്യന്റ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് എഫിഷ്യന്റ്. പിന്നെ ഇപ്പൊ മീഡിയ സെർവർ, വൺ തിങ് വി ക്യാൻ ഹോസ്റ്റ് അവർ വെബ്സൈറ്റ് ഇൻ ദിസ്. ലൈക്ക് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു ഹാർഡ് ഡിസ്ക് ഇതിൽ കണക്ട് ചെയ്ത് വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദാറ്റ് ആൻഡ് ആക്സസ് ദാറ്റ് ഫയൽസ് ഫ്രം എനിവെയർ അറൌണ്ട് ദ ഗ്ലോബ്. അങ്ങനത്തെ ഉള്ള സിസ്റ്റംസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് വേണമെങ്കിൽ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. വി ക്യാൻ ഗെറ്റ് എ ഫ്രീ ഡൊമൈൻ മേ ബി. ഇപ്പൊ നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് റാസ്ബെറി പൈ പ്രൊജക്ട്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ ടൺസ് ഓഫ് ഡിഫറെന്റ് പ്രൊജക്ട്സ് കാണാൻ പറ്റും റാസ്ബെറി പൈ വെച്ചിട്ട്. So thank you all for coming today. We hope to see you all tomorrow at 6 p.m. itself. So yeah, that's it for today. Thank you.